അല്ല, ഇപ്പം കുറെ ആൾക്കാർ വന്നിട്ട് ആ കുട്ടി ചെയ്ത തെറ്റ് മറ്റേ ചങ്ങായി ചെയ്തത് ഭയങ്കര ശരിയാണോ എന്നിട്ട് ഓനൊക്കെ പോയി മരിച്ചു കഴിഞ്ഞിട്ട് ഓന്റെ അടുത്ത് കുറെ ആൾക്കാർ ഇപ്പം വന്നിട്ട് കുറെ ആൾക്കാർ എന്തൊക്കെ ഉണ്ട് ചൽക്കാനുണ്ട്. കുട്ടി ചെയ്തിട്ട് എന്ത് കുട്ടി ചെയ്തിട്ട് എന്തെങ്കിലും പറയാ? പോടാ കാളമുതുക. സ്വന്തം വർഗത്തിൽപ്പെട്ട ഒരുത്തനെ അവള് കൊന്നു കളഞ്ഞിട്ട് നിനക്ക് മറുവശത്ത് പ്രതിയായിട്ടും കുറ്റവാളിയായിട്ടും ഒരു പെണ്ണായോണ്ടും മാത്രം നിനക്ക് അങ്ങോട്ട് സഹതാപം അല്ലടാ. അവന്റെ ഒരു കുട്ടിയാണ് നീ ഒക്കത്ത് വെച്ച് വളർത്തണ. പാവാട താങ്ങി. നിനക്ക് നാണമില്ലടാ സ്വന്തം വർഗത്തിൽപ്പെട്ട ഒരാളെ ചതിച്ച് വർഗവഞ്ചകനാകാൻ. ഒരുത്തന്റെ പ്രാണനെ ഭൂമിയിൽ നിന്ന് മേളിലോട്ട് എന്നേക്കുമായിട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് അവന്റെ കുട്ടി, അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയത്തില്ലേ അത് കുട്ടിയാണോ? പ്രായം ചെന്ന് കുട്ടിയിട്ടോണ്ട് വന്നേക്കുന്ന മുതുക്കി ഇല്ലേ, മനസാക്ഷിയില്ലാത്ത പിശാശ്, അറുകൊല, പുഴുത്ത സ്ത്രീ. അവൾ ഈ ശാപം എവിടെ കൊണ്ട തീർക്കും? ഇതിനെ ഒന്ന് നിയമത്തിന് വിട്ടുകൊടുക്കരുത്. പകരം ട്രക്കിന്റെയൊക്കെ കോൺക്രീറ്റ് മിക്സർ ഉണ്ട്, അതിനകത്തോട്ടിട്ട് കറക്കി കറക്കി ഉരുട്ടി കൊല്ലണം. എന്നിട്ട് റോഡിന്റെ സൈഡിൽ എവിടെയും എല്ലാരും കാണുന്ന സ്ഥലത്തായിട്ട് അത് കുടഞ്ഞിട്ട് അതേപോലെ തന്നെ സ്റ്റാച്യു ആക്കി നിർത്തണം. എന്നിട്ട് എഴുതി വെക്കണം, ഇതുപോലെ റീച്ച് കിട്ടാനായിട്ട് ഒരു മനുഷ്യന്റെ പ്രാണൻ എടുത്തൊരു സ്ത്രീയാണ് ഇത് എന്ന് പറഞ്ഞു. ഇനിയും വരാൻ പോകുന്ന ഇതുപോലത്തെ കാലികളുണ്ടല്ലോ, ഈ മനുഷ്യന്റെ പ്രാണന് പുല്ലുവില കൽപ്പിക്കുന്ന ഇതുപോലത്തെ നാണം കെട്ട സ്ത്രീകളുണ്ട്, അവർക്കെല്ലാം ഇതൊരു പാഠമാകണം. അങ്ങനെ കാണുന്ന രീതിയിൽ ഒരു സ്മാരകം പണിതു വെക്കണം. ഇനി ആരും ഇതുപോലെ മറ്റൊരാളുടെ പ്രാണൻ എടുക്കരുത്.